നമസ്തേ. ആറാമത്തെ ബ്ലോക്കില് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തെ യൂണിറ്റ് ആണ്. അതിൽ പറയുന്നത് ഏത് അലങ്കാരങ്ങളാണ്? അനന്വയ അലങ്കാരവും ഉപമേയോപമ എന്ന അലങ്കാരവുമാണ്. ഇവ തമ്മിലും ചെറിയ രീതിയിലുള്ള ഒരു സാമ്യത തോന്നാൻ സാധ്യതയുള്ളവയാണ്. ആദ്യം വരുന്നത് അനന്വയ അലങ്കാരമാണ്. അനന്വയ, ആ പേരിനെ ഒന്ന് വ്യാഖ്യാനിക്കുകയാണെങ്കിൽ അന്വയ അനന്വയ, അന്വയം ഇല്ലാത്തത്, മറ്റൊന്നിനോട് അന്വയിക്കാത്തതാണ് എന്ത്? അനന്വയം എന്ന് പറയുന്നത്. അന്വയമല്ലാത്തതാണ് അനന്വയം. സ്വസ്യ സ്വേനൈവ സാദൃശ്യം ഇത്യതഃ അനന്വയഃ ഇതി അന്വർത്ഥ സംജ്ഞ. തനിക്ക്, സ്വസ്യ തനിക്ക്, തന്നിൽ തന്നെ സാദൃശ്യം പറയുന്നത് കൊണ്ട് അനന്വയം, മറ്റൊന്നിലേക്കും അന്വയിപ്പിക്കാത്തത് കൊണ്ടാണ് അനന്വയം എന്ന പേര് കിട്ടിയിരിക്കുന്നത്. അതിന് ലക്ഷണം നോക്കാം. ഉപമാനോപമേയത്വം യദേകസ്യൈവ വസ്തുനഃ ഇന്ദുരിന്ദുരിവ ശ്രീമാൻ ഇത്യാദോ തദന്വയഃ. ഏകസ്യൈവ വസ്തുനഃ, ഒരേ വസ്തുവിൽ തന്നെ, യത് ഉപമാനത്വം ഉപമേയത്വം ച കൽപ്യതേ. ഉപമാനത്വവും ഉപമേയത്വവും നമ്മൾ രണ്ടായിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഉപമയിലും ഉൽപ്രേക്ഷയിലും വ്യതിരേകത്തിലും എല്ലാം ഉപമാനം വേറെ ഉപമേയം വേറെ ആയിട്ടാണ് പറഞ്ഞത്. ചന്ദ്രൻ വേറെ മുഖം വേറെ, ഇപ്പൊ രാജാവ് വേറെ കളഭം ആന വേറെ, അങ്ങനെ വേറെ വേറെ ആയിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ അനന്വയത്തിൽ എന്താണ്? ഉപമാനവും ഉപമേയവും ഒരേ വസ്തു തന്നെ ആയിരിക്കും. അപ്പൊ ഒരേ വസ്തുവിൽ തന്നെ ഉപമാനത്വവും ഉപമേയത്വവും വർണ്ണിക്കുകയാണ്. നമുക്ക് വർണ്ണിക്കേണ്ട വസ്തുവും ഒന്ന് തന്നെയാണ്. ഏതിനോടാണോ വർണ്ണിക്കുന്നത് അതും ആ വസ്തു തന്നെയാണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും? അനന്വയ അലങ്കാരമായിരിക്കും. ഉദാഹരണം എന്താണ്? ഇന്ദുരിവ ശ്രീമാൻ. ഇവിടെ എന്താണ്? ഇന്ദുഹു ഇവ. ഇവിടെ ഇന്ദു എന്നാണ്, ചന്ദ്രനാണ് ഉപമാനം. ഇന്ദു, ചന്ദ്രൻ തന്നെയാണ് ഉപമേയവും. അതുകൊണ്ട് എന്താണ്? ഇന്ദു, ചന്ദ്രൻ, ചന്ദ്രനെ പോലെ തന്നെയാണ്. ഇന്ദുഹു ഇവ ശ്രീമാൻ. ഇന്ദു, ചന്ദ്രൻ, ചന്ദ്രനെ പോലെ തന്നെ ഐശ്വര്യവാനാണ്. ശ്രീമാൻ എന്ന് പറഞ്ഞാൽ ഐശ്വര്യവാൻ, ഐശ്വര്യമുള്ളവനാണ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ചന്ദ്രൻ ചന്ദ്രനെ പോലെ തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഉപമാനവും ഉപമേയവും ഒന്ന് തന്നെ ആയതുകൊണ്ട് ഇവിടെ എന്താണ്? അനന്വയ അലങ്കാരമാണ്. ഇനി അനന്വയത്തിന്റെ മറ്റൊരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഗഗനം ഗഗനാകാരം സാഗര സാഗരോപമഃ രാമരാവണയോർ യുദ്ധം രാമരാവണയോരിവ. ഗഗനം, ആകാശം എന്തുപോലെയാണ്? ഗഗനാകാരം, ആകാശം പോലെ തന്നെയാണ്. ഗഗനം എന്ന് പറഞ്ഞാൽ ആകാശം, ഗഗനാകാരം ആകാശം പോലെയാണ്. സാഗരഃ എന്ന് പറഞ്ഞാൽ എന്താണ്? സമുദ്രം. സാഗരോപമഃ, സാഗരം, സമുദ്രം എന്താണ്? സമുദ്രത്തെ പോലെ തന്നെയാണ്. രാമരാവണയോർ യുദ്ധം, രാമരാവണന്മാരുടെ യുദ്ധം എങ്ങനെയാണ്? രാമരാവണന്മാരുടെ യുദ്ധം പോലെ തന്നെയാണ്. അതായത് ഒന്നിന് പകരമായി മറ്റൊന്നില്ല, അത് മാത്രമേ ഉള്ളൂ എന്ന് കാണിക്കാനാണ് അനന്വയാലങ്കാരം ഉപയോഗിക്കുന്നത്. ഇപ്പൊ രാമരാവണ യുദ്ധത്തെ പോലെ മറ്റൊരു യുദ്ധമില്ല, രാമരാവണ യുദ്ധം ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് സ്ഥാപിക്കുകയാണ് ഇവിടെ. എന്താ പറഞ്ഞത്? ആകാശം എന്താണ്? ആകാശം പോലെ തന്നെയാണ്. സമുദ്രം സമുദ്രത്തെ പോലെ തന്നെയാണ്. അതുപോലെ രാമരാവണ യുദ്ധം എങ്ങനെയാണ്? രാമരാവണ യുദ്ധം പോലെ തന്നെയാണ്. ഇവിടെ ആകാശം, സമുദ്രം, രാമരാവണ യുദ്ധം എന്നിവ ഒരേ സമയം ഉപമാനങ്ങളും ഉപമേയങ്ങളുമായി വരുന്നു.
അപ്പോൾ ഇവകളുമായിട്ട് മറ്റു വസ്തുക്കളെ സാദൃശ്യപ്പെടുത്താൻ സാധിക്കില്ല എന്നതുകൊണ്ട് ഇവിടെ എന്താണ്? അനന്വയാലങ്കാരമാണ്. ഇവയെ മറ്റൊന്നുമായിട്ട് അന്വയപ്പെടുത്തി പറയുന്നില്ല എന്നതുകൊണ്ട് അനന്വയാലങ്കാരമാണ് ഇവിടെ വരുന്നത്. ഇനി ഉപമയും അനന്വയ അലങ്കാരവും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉപമയിൽ എന്താ പറയുന്നത്? മറ്റൊരു വസ്തുവിനോടാണ് താദാത്മ്യം പറയുന്നത്, അല്ലേ? അപ്പൊ ചന്ദ്രനെ പോലെ മുഖം എന്ന് പറയുമ്പോൾ ചന്ദ്രനോട് പറയുന്നു, മുഖം മുഖത്തെ പോലെ എന്നല്ല പറയുന്നത്. പക്ഷെ അനന്വയത്തിൽ എങ്ങനെയാണ്? മുഖം മുഖം തന്നെയാണ്, ഇന്ദുഹു ഇന്ദുരിവ, ചന്ദ്രൻ ചന്ദ്രൻ തന്നെയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ മറ്റൊന്നിലേക്ക് അന്വയിക്കുമ്പോഴാണ് ഉപമാലങ്കാരം വരുന്നത്. തന്നിൽ തന്നെ അന്വയിക്കുമ്പോൾ എന്താണ് വരുന്നത്? അനന്വയാലങ്കാരമാണ് വരുന്നത്. അടുത്ത് വരുന്ന അലങ്കാരം ഉപമേയ ഉപമ എന്ന അലങ്കാരമാണ്. ഉപമേയോപമ എന്ന അലങ്കാരമാണ് അടുത്തത്. പര്യായേണ ദ്വയോസ്തച്ഛേദ് ഉപമേയോപമാ മത ധർമ്മോ അർത്ഥ ഇവ പൂർണ്ണശ്രീരർത്ഥോ ധർമ്മ ഇവ ത്വയി. പര്യായേണ ദ്വയോഹോ തദ് ഛേദ് ഉപമേയോപമാ മത ധർമ്മോ അർത്ഥ ഇവ പൂർണ്ണശ്രീഹി അർത്ഥോ ധർമ്മ ഇവ ത്വയി. ദ്വയോഹോ ഉപമാന ഉപമേയയോഹോ, രണ്ട് ഉപമാന ഉപമേയങ്ങൾ, ഉപമേയങ്ങൾ വാക്യഭേദങ്ങളിൽ പര്യായേണ വാക്യഭേദേന തത് ഉപമാന ഉപമേയത്വം ചേത് ഉപമേയോപമാലങ്കാരഃ. ഉപമാന ഉപമേയങ്ങൾ വാക്യഭേദങ്ങളിൽ എന്താണ്? ഉപമാന ഉപമേയങ്ങളായും ഉപമേയ ഉപമാനങ്ങളായും വരുന്നതിനെയാണ് ഉപമേയ ഉപമാന അലങ്കാരം എന്ന് പറയുന്നത്. അതായത് ഉപമാന ഉപമേയങ്ങൾ പര്യായമായിട്ടുള്ള വാക്യഭേദങ്ങൾ കൊണ്ട് ഉപമാന ഉപമേയമായിട്ട് വരികയാണെങ്കിൽ അതിനെ ഉപമേയോപമാലങ്കാരം എന്ന് പറയുന്നു. ദ്വയോഹോ വാക്യയോഹോ, രണ്ട് വാക്യങ്ങൾക്ക് ഏകസ്മിൻ ഉപമാനത്വേന വിവക്ഷിതം, ഒരിടത്ത് അടുത്തടുത്തിരിക്കുന്ന രണ്ട് വാക്യങ്ങളിൽ ഒരിടത്ത് ഉപമാനമായിട്ടുള്ള പദം മറ്റേ വാക്യത്തിൽ ഉപമേയമായിട്ട് മാറുകയാണെങ്കിൽ അതിനെ എന്ത് പറയുന്നു? ഉപമേയ ഉപമ എന്ന് പറയുന്നു. അതുപോലെ തന്നെ ആദ്യത്തെ വാക്യത്തിൽ ഉപമേയമായിട്ടുള്ളത് മറ്റേ വാക്യത്തിൽ, അടുത്ത വാക്യത്തിൽ ഉപമാനമായിട്ടാണ് വരുന്നതെങ്കിൽ അവിടെയും എന്താണ്? ഉപമേയോപമയാണ്. ധർമ്മോ അർത്ഥ ഇവ എന്നത് എന്താണ്? അതിന്റെ ഉദാഹരണമാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ പറയുന്നത് നിന്നിൽ ധർമ്മം അർത്ഥത്തെ പോലെ പൂർണ്ണശ്രീ ആയിരിക്കുന്നു, ഐശ്വര്യമായിരിക്കുന്നു. അടുത്ത വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നിന്നിൽ അർത്ഥം ധർമ്മം പോലെ പൂർണ്ണശ്രീയാണ്. ഇവിടെ ആദ്യത്തെ വാക്യത്തിൽ പറയപ്പെട്ട ഉപമാന ഉപമേയങ്ങൾ എന്തായി? രണ്ടാമത്തെ വാക്യത്തിൽ ഉപമേയവും ഉപമാനവുമായി, ഉപമാനവും ഉപമേയവുമായി. ആദ്യം പറഞ്ഞ ഉപമേയവും ഉപമാനവും രണ്ടാമത്തെ വാക്യത്തിൽ എന്തായി? ഉപമേയം ഉപമാനമായി, ഉപമാനം ഉപമേയമായി, തിരിച്ച് മാറി മാറി വരുന്നു. അങ്ങനെ പറയുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഉപമേയോപമ എന്ന് പറയുന്നത്. മറ്റൊരു ഉദാഹരണം, ഘം ഇവ ജലം, ജലം ഇവ ഘം, ഹംസ ഇവ ചന്ദ്രശ്ചന്ദ്ര ഇവ ഹംസഃ, കുമുദാകാരാസ്താര താരാകാരാണി കുമുദാനി. ഘം എന്ന് പറഞ്ഞാൽ എന്താണ്? ആകാശം. ഘം ഇവ ജലം, ആകാശം ഇവ ഭവതി ജലം, ആകാശത്തെ പോലെയാണ് ജലം. ജലം ഇവ ഘം, ജലത്തെ പോലെയാണ് ആകാശം. ഹംസഃ ചന്ദ്രഃ ഇവ ഭവതി, ഹംസം അരയന്നം ചന്ദ്രനെ പോലെയാണ്. ചന്ദ്രഃ ഹംസ ഇവ ഭവതി, ചന്ദ്രൻ എന്തുപോലെയാണ്? ഹംസത്തെ പോലെയാണ്. കുമുദാനി താമരകൾ എന്തുപോലെയാണ്? അല്ലെങ്കിൽ ആമ്പലുകൾ എന്തുപോലെയാണ്? നക്ഷത്രാണി ഇവ ഭവന്തി, നക്ഷത്രങ്ങളെ പോലെയാണ്. നക്ഷത്രാണി കുമുദാനി ഇവ ച ഭവന്തി, നക്ഷത്രങ്ങളോ ആമ്പലുകളെ പോലെയും ആണ്.
അത്ര ആകാശസ്യ ജലസ്യ ഹംസസ്യ ചന്ദ്രസ്യ കുമുദാനാം നക്ഷത്രാണാം ച പര്യായേണ ഉപമാന ഉപമേയകത്വ കൽപ്പനാത് ഉപമേയ ഉപമാലങ്കാരഃ. ഇവയെല്ലാം എന്താണ്? ഖമിവ ജലം എന്ന് പറഞ്ഞു, പിന്നെ ജലമിവ ഖം. ആദ്യം ഉപമേയം ഉപമാനം ആയവ പിന്നീട് ഉപമാനവും ഉപമേയവും ആവുന്നു. പിന്നെ ഹംസ ഇവ ചന്ദ്രഃ ചന്ദ്ര ഇവ ഹംസഃ. ആദ്യം പറഞ്ഞതിന് തിരിച്ചു പറയുന്നു. അപ്പൊ ആദ്യം ഉപമാനവും ഉപമേയവുമായത് പിന്നീട് ഉപമേയവും ഉപമാനവും ആകുന്നു. ഇത്തരത്തിൽ ഉപമാന ഉപമേയങ്ങൾ ഇങ്ങനെ മാറി മാറി വരുന്നതിനെയാണ് ഉപമേയ ഉപമ എന്ന് പറയുന്നത്. ഇനി ഉപമ ഉപമേയോപമയോഹം ഇതഃ കോപിത. ഉപമാലങ്കാരവും ഉപമേയോപമ എന്ന അലങ്കാരവും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ചോദിക്കുകയാണ്. എന്താണ് വ്യത്യാസം? ഉപമാലങ്കാരത്തിൽ എങ്ങനെയാണ്? ഉപമാനവും ഉപമേയവും വേറെ വേറെയാണ്. വീണ്ടും അതിന് മറ്റൊരു വാക്യമായിട്ട് അവ മാറി മാറി വരുന്നില്ല. ഒരൊറ്റ വാക്യത്തിൽ തന്നെ ഉപമാലങ്കാരം പൂർണ്ണതയെ പ്രാപിക്കുന്നു. പക്ഷെ ഉപമേയോപമയ്ക്ക് എന്താണ്? രണ്ട് വാക്യങ്ങൾ ഉണ്ടായിരിക്കും. രണ്ടിലും എങ്ങനെയാണ്? ഒന്നിൽ ഉപമാനമായത് മറ്റേതിൽ ഉപമേയമായിരിക്കും. ഒന്നിൽ ഉപമേയമായത് മറ്റേ വാക്യത്തിൽ ഉപമാനമായിരിക്കും. അങ്ങനെയാണ് ഇവ തമ്മിൽ വ്യത്യാസം വരുന്നത്. അപ്പോൾ മൂന്നാമത്തെ യൂണിറ്റിലെ ഏതൊക്കെ അലങ്കാരങ്ങളാണ് നമ്മൾ പഠിച്ചത്? അനന്വയവും ഉപമേയ ഉപമാലങ്കാരവുമാണ് പഠിച്ചത്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ യൂണിറ്റിൽ ഇത്രയുമാണ് ഉള്ളത്. ഇനി അടുത്ത യൂണിറ്റിൽ അടുത്ത ഭാഗം ഡിസ്കസ് ചെയ്യാം. നന്ദി.